ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. ഇത് നമുക്കൊരു പാർട്ടി സ്റ്റാർട്ടറായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഫിഷ് ഫിംഗേഴ്സ്. ഇതിനായിട്ട് ഫ്ലഷി ആയിട്ടുള്ള ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ഞാനിവിടെ അതിനായിട്ട് ട്യൂണയാണ് എടുത്തിട്ടുള്ളത്. ചൂര എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ അത് ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് അതിൻ്റെ ബോണെല്ലാം മാറ്റി അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഏത് ഫിഷാണെങ്കിലും ഇതുപോലെ തന്നെ വേവിച്ച് അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് എടുക്കണം, ബോണെല്ലാം മാറ്റി വെച്ചിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നമ്മൾ ഇതേപോലെ തന്നെ വേവിച്ച് ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പൊട്ടറ്റോ എടുക്കുമ്പോൾ എപ്പോഴും ഫിഷിനേക്കാളും കുറവ് വേണം എടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടറ്റോൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. നമുക്ക് ഫിഷിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എരിവിനാവശ്യമുള്ള മുളക് പൊടിയാണ്. നമ്മൾ ഓൾറെഡി ഒരു പച്ചമുളക് ആ ഇഞ്ചിയുടെയൊക്കെ കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, ഗരം മസാല വേണം, ഓയിൽ വേണം. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസും എഗ്ഗുമാണ്. നമ്മൾ ഫിഷ് ഫിംഗേഴ്സ് ഒന്ന് പിടിച്ചിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യം മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു കടായി വെച്ച് ചൂടാക്കി. ഇനി നമുക്ക് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഓണിയനാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു 1/2 കിലോ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓണിയൻസ് എടുക്കുക. നിങ്ങൾ കൂടുതൽ ഫിഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടാം. അപ്പോൾ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫിഷ് ഓൾറെഡി കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ നമ്മുടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പെരിഞ്ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ചേർത്ത് ആ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഫിഷ് ആ മസാലയിൽ നന്നായിട്ട്
മിക്സായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഫിഷെല്ലാം നന്നായി ആ മസാലയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഫിഷ് ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അതുപോലെ തന്നെ സവോളയിലും കുറച്ച് ഉപ്പിട്ടു. കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം പൊട്ടറ്റോയും കൂടി ചേരുമ്പോൾ ആ ഉപ്പ് കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കണം. ഇനി ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ചേർത്ത് ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ എല്ലാം നന്നായി ഇതിൽ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ മസാലയും മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് ഫിഷ് ഫിംഗേഴ്സ് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്ന് റോൾ ചെയ്ത് നമുക്ക് ആദ്യം ഒന്ന് എഗ്ഗ് ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ആ എഗ്ഗിലൊന്ന് മുക്കിയെടുത്ത് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസും കൂടി ഒന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഫിംഗർ ഷേപ്പിലാണ് ഞാനിതെല്ലാം ചെയ്തെടുക്കണത്. അതുകൊണ്ടാണത് ഫിഷ് ഫിംഗേഴ്സിന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റ് പോലെ അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഷേപ്പെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫിംഗേഴ്സിൻ്റെ പോലെയാണ് ചെയ്തെടുക്കണതെന്ന് മാത്രം. അപ്പോൾ അതെല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായി കോട്ട് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഓരോ ഫിഷ് ഫിംഗേഴ്സും നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒന്ന് റോൾ ചെയ്തെടുത്ത് പിന്നെ ബീറ്റ് ചെയ്ത എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. രണ്ട് കൈ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗിൽ മുക്കിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ബ്രെഡ് ക്രംസ് ഒട്ടിപ്പിടിക്കും. പിന്നെ റോൾ ചെയ്തെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാതും അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു കടായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടായി ചൂടായി വന്ന് ഞാൻ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മുകളിലത്തെ കോട്ടിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് വരികയേ വേണ്ടൂ. ഒരുപാട് തീയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം ബ്രെഡ് ക്രംസ് വേഗം കരിഞ്ഞു പോവും. അപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ മറച്ചിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. മോൾ ഭാഗം ഒന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അത് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ എല്ലാം ആയിട്ടുണ്ട്. ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കോരി മാറ്റുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. കാരണം നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ്. പിന്നെ അതിൻ്റെ കോട്ടിങ് മാത്രമേ ഒന്ന് മുരിഞ്ഞ് വരാനുള്ളൂ. അത് പെട്ടെന്ന് ആയി കിട്ടും. ഇവിടെ ഞാൻ എല്ലാതും ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ നല്ലൊരു സ്റ്റാർട്ടറും ആണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.